സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് വരപ്രസാദദായകമായ ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയുടെ സന്ദേശം ശ്രവിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ദിവസം 22ാമത്തെ സന്ദേശം 1997 ഡിസംബർ 8 നൽകിയ സന്ദേശമാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. ഞാൻ അമലോത്ഭവയായ അമ്മയാണ്. ഏറ്റവും നിർമ്മലമായ ഉദരത്തിൽ മനുഷ്യനായി തീരുന്ന വചനത്തിൻ്റെ അമ്മയാകാൻ ഞാൻ നിയോഗിക്കപ്പെട്ടതിനാൽ, അതായത് ദൈവമാതൃത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉത്ഭവ പാപത്തിൽ നിന്നും അതിൻ്റെ നിഴൽ പോലും ഏൽക്കാതെ ഏറ്റവും പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയാൽ ഞാൻ സംരക്ഷിക്കപ്പെട്ട് ജനിച്ചു. ഉത്ഭവത്തിൽ തന്നെ പാപമില്ലാത്ത ഈ അമ്മ, സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീ, ചുവന്ന സർപ്പത്തിനും അവൻ്റെ അനുയായികൾക്കുമെതിരെ യുദ്ധം ചെയ്യുമെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു അമ്മ നായികയായിരിക്കുന്ന യുദ്ധത്തിൽ അമ്മയുടെ മക്കൾ ഒരുമിച്ച് പടപൊരുതുന്നത് പോലെ ഈ അമ്മയോടൊപ്പം പാപത്തിനെതിരെ ജപമാല ഏന്തി യുദ്ധം ചെയ്യുക. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ചെയ്യുകയാ ചെയ്യുന്നതെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നത്. ജപമാല കരങ്ങളിൽ എടുക്കുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാനായിട്ടുള്ള ആയുധം കയ്യിലെടുത്തു. ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ? സാത്താനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധം നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞു. ഈ സന്ദേശം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഞാൻ ഇതിനു മുൻപ് ശാലോമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതായി കാര്യം. ജപമാല ഏന്തി യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അമ്മ മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ബാലനായ ദാവീദ് ഗോലിയാത്തിനെതിരെ എഴുതത് എന്താണ്? കവണിയിൽ 5-6 കല്ലുകൾ വെച്ചിട്ട് മല്ലനായ ഗോലിയാത്തിനെതിരെ ഈ കവണിയിൽ നിന്ന് ചെറിയ കല്ലുകൾ എറിഞ്ഞപ്പോൾ ആ മല്ലൻ്റെ നെറ്റിത്തടത്തിൽ അത് പതിക്കുകയും ആ മല്ലിൻ്റെ ദാരുണമായ അന്ത്യം അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തല്ലോ. ആ സംഭവം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പഴയ നിയമത്തിലെ ആ സംഭവങ്ങൾ പരിശുദ്ധ അമ്മ വായിക്കാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്ന കാര്യമുണ്ട്. ബാലൻ്റെ കയ്യിലെ ഒരു കല്ലാണ് കവണിയിൽ വെച്ച് എറിഞ്ഞപ്പോൾ ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിന് വലിയ മുറിവുണ്ടാക്കിയത്. വലിയ യുദ്ധസന്നാഹങ്ങളും പടക്കോപ്പുകളും പവർച്ചട്ടയൊക്കെ ധരിച്ചു നിൽക്കുന്ന ഈ ഗോലിയാത്തിനെ വീഴ്ത്താനായിട്ട് ഒരു കല്ലിന് സാധിച്ചെങ്കിൽ, പരിശുദ്ധ അമ്മ പറയാ, മക്കളെ, നിങ്ങളുടെ കയ്യിൽ 53 കല്ലുകളുള്ള ഒരു ജപമാലയുണ്ടല്ലോ, അതിലെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൊണ്ടും സാത്താൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഓരോ അമ്പുകൾ എറിയുമ്പോൾ, ഓരോ കല്ലുകൾ എറിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സാത്താൻ്റെ പരാജയമാണ്. ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്താൻ ദാവീദിന് പറ്റിയെങ്കിൽ നമുക്ക് ഈ 53 കല്ലുകളെ കൊണ്ട് സാത്താനെ വീഴ്ത്താൻ പറ്റില്ലേ? യുദ്ധം ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അതുകൊണ്ട് അമ്മ പറയുക, ഈ അമ്മയോടൊപ്പം പാപത്തിനെതിരെ, അതായത് നന്മയ്ക്ക് എതിരെ വരുന്ന എല്ലാം പാപമാണ്. ആ പാപത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അമ്മയോടൊപ്പം ജപമാല ഏന്തി വരിക എന്ന് അമ്മ നമ്മോട് പറയുന്നു. മക്കളെ, നിങ്ങളുടെ യഥാർത്ഥ രോഗം പാപമാണ്. യഥാർത്ഥ രോഗം പാപമാണ്. എന്താണ് ഈ പാപത്തിൻ്റെ കാരണം? പാപബോധമില്ല. അതാണ് ഇതിന് കാരണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. മക്കളെ, നിങ്ങളുടെ യഥാർത്ഥ രോഗം പാപമാണ്. പാപം ബോധമില്ലാത്തതാണ് ഇതിന് കാരണം. മക്കളെ, ഞാൻ നിങ്ങളുടെ അമലോത്ഭവയായ അമ്മയായതിനാൽ നിങ്ങളെ യേശുവിൻ്റെ ഛായയിൽ നിരന്തരം ജനിപ്പിക്കുന്നതിനുള്ള ദൗത്യം അവൻ എന്നെ ഭരമേൽപ്പിച്ചു. അതേ മക്കളെ, എൻ്റെ തിരുക്കുമാരൻ കുരിശിൽ കിടന്ന് ജീവൻ വെടിയും സമയം നിങ്ങൾക്ക് ജന്മമേകാൻ എന്നെ ഭരമേൽപ്പിച്ചു.
ആ ദൗത്യം തുടരേണ്ടത് നിങ്ങളെ പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വേണം. നേരത്തെ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, ഒരു മകനെ ബലി കൊടുത്തിട്ട് കോടിക്കണക്കിന് മക്കൾക്ക് അമ്മ ജന്മം നൽകി. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളുടെയും ആത്മാവിന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയ്ക്ക് നമ്മെ ഭരമേൽപ്പിച്ചു കൊടുത്തത് ഈശോയാണ്. ആ ദൗത്യം തുടരേണ്ടത് നിങ്ങളെ പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വേണം. പാപത്തിൽ നിന്നും പിശാച്ചിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈശോ പരിശുദ്ധ അമ്മയെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. അതിനായി നിങ്ങൾ ഓരോരുത്തരും ഈ അമ്മയോടൊപ്പം വിജയ ശ്രീലാളിതരാകുക. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം നിങ്ങളാണ്. അമ്മയ്ക്ക് സന്തോഷം എന്താ? മക്കളെ ഓർത്ത. മക്കൾ സമാധാനത്തിലിരിക്കുമ്പോൾ, പാപത്തിലല്ലാതെ ജീവിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം സന്തോഷിക്കും. എൻ്റെ ആനന്ദം, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആനന്ദം മക്കളെ നിങ്ങളാണെന്ന് ഒരു അമ്മ വന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ? ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അമ്മയെ സന്തോഷിപ്പിക്കണം. അമ്മ പറഞ്ഞ പോലെ ജീവിക്കണം. ഓരോ ദിവസവും പരിപൂർണ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, തിന്മയുടെ ശക്തിക്ക് ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞതിൻ്റെ താൽക്കാലിക അടയാളങ്ങളായി നിങ്ങൾ കാണുന്ന ശത്രുതയുടെയും സമരത്തിൻ്റെയും ആക്രമണങ്ങളുടെയും ദുരന്തങ്ങളുടെയും അവസ്ഥ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനാണ് മനുഷ്യനാശത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തേ മനുഷ്യൻ നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നത്? മനുഷ്യൻ നാശത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്? ആരാണിതിൻ്റെ കാരണം? നമ്മൾ മറ്റു പലതിനെയും പഴിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മ പറയുന്നു, മനുഷ്യനാണ് മനുഷ്യനാശത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ അവസ്ഥകളെല്ലാം ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ മനുഷ്യജീവൻ എന്ത് വില? മനുഷ്യൻ്റെ ജീവന് എന്താ വില? അത് ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ മനുഷ്യജീവന് വിലയില്ലാത്ത വിധം ലോകത്ത് മനുഷ്യർ വ്യാപരിക്കുന്നത്? ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെയല്ലേ മനുഷ്യനെ കൊല്ലുന്നത്? പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്, പാപവശീകരണവുമായിട്ട് അനേകരിന്ന് ജീവിക്കുന്നത്. ദൈവത്തെ വഞ്ചിക്കുന്ന ലോകം എത്ര നാളിങ്ങനെ കടന്നു പോകും? ഈ ദുരവസ്ഥകൾ മനുഷ്യൻ വരുത്തി വയ്ക്കുന്നു. അന്തരീക്ഷ മലിനീകരണവും മനുഷ്യൻ്റെ ക്രൂരതയും ലോകത്തെ നാശത്തിൻ്റെ പാതയിലേക്കല്ലേ നയിക്കുന്നത്? മക്കളെ, ഇതെല്ലാം സംഭവിച്ചാലും അവസാനത്തെ വിജയം എൻ്റെ പുത്രൻ യേശുവിൻ്റേതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും അന്തിമമായ വിജയം യേശുവിൻ്റേതായിരിക്കും. ഇതിനുള്ള ഒരുക്കമാണ് മക്കളെ. പലയിടങ്ങളിലായി എൻ്റെ നിരവധി പ്രത്യക്ഷീകരണങ്ങളാലും അസാധാരണമായ ദർശനങ്ങളാലും ഞാൻ ഇന്ന് എന്നെ തന്നെ ലോകത്തിന് കൂടുതലായി വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ട് മക്കളെ ഒരുക്കാൻ ത്രിയേക ദൈവം അമ്മയെ വരമേൽപ്പിച്ച് ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് പലയിടങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. തിരിച്ചറിയണം പ്രത്യക്ഷീകരണങ്ങളെ. നമ്മുടെ ഈ കേരളത്തിൽ അമ്മ വന്നത് അതിനു വേണ്ടിയാ. യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി മക്കളെ ഒരുക്കുക. ആ പ്രത്യാഗമനം ആഗതമാകുമ്പോൾ നിത്യരക്ഷയെക്കുറിച്ചുള്ള ബോധവും മനുഷ്യനുണ്ടാകുക. നിത്യശാന്തി, നിത്യവിശ്രാന്തി അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതിനുവേണ്ടി അമ്മ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. മക്കളെ, യേശുവിൻ്റെ സ്നേഹമാകുന്ന കരുണക്കടലിലെ ഒരിറ്റ വെള്ളം, കടലിലെ ഒരിറ്റ വെള്ളം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കടൽ നമുക്ക് നോക്കിയാൽ നോട്ടം എത്തില്ല അല്ലേ? അതുപോലെ വലിയൊരു കടലിലെ ഒരു തുള്ളി വെള്ളം എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? അമ്മ പറയാ, മക്കളെ, യേശുവിൻ്റെ സ്നേഹം അതുപോലെ കടലാണെന്നേ. കരുണയുടെ കടലാണ്. യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കരുണയാണ്. യേശുവിൻ്റെ സ്നേഹമാകുന്ന കരുണ കടലിലെ ഒരിറ്റു വെള്ളമെങ്കിലും സ്നേഹിക്കാൻ കഴിവറ്റുപോയ മക്കൾക്ക്, വിദ്വേഷത്താലും അക്രമത്താലും യുദ്ധത്താലും തളർന്ന് നാവുണങ്ങിയ മക്കൾക്ക് ഇറ്റിറ്റ് കൊടുക്കാൻ
നിങ്ങൾ കടപ്പെട്ടവരാണെന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്. എങ്ങനെയുള്ളവർക്കാ? ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിയോടെ മനുഷ്യ മക്കളെ കാണാൻ പറ്റുന്നില്ല. വിദ്വേഷമാണ്, അക്രമമാണ്, എല്ലായിടത്തും യുദ്ധഭീഷണിയാണ്, വെട്ടിപ്പിടിക്കാനും പൊത്തിപ്പിടിക്കാനും ശ്രമിക്കുകയാണ് ലോകം ഇന്ന്. അങ്ങനെ ആത്മീയമായി തളർന്ന നാവുണങ്ങിയ മക്കൾക്ക് കർത്താവിൻ്റെ കരുണ ഇറ്റിറ്റു കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. ആ കടപ്പാടിൻ്റെ പ്രതിഫലനമായിരിക്കണം ഈ 40 ദിവസത്തെ പ്രാർത്ഥനയും. നമ്മൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിനെ എല്ലാം അറിയാലോ, എല്ലാവരിലേക്ക് കരുണ ചൊരിയാൻ ഈശോയ്ക്ക് പറ്റൂലോ. അപ്പോൾ ഈശോയുടെ കരുണയുടെ കടലിൽ നിന്ന് ഒരിറ്റ് കരുണ എടുത്തിട്ട് വിദ്വേഷത്താലും അക്രമത്താലും സ്നേഹരാഹിത്യത്താലും ആയിപ്പോയിട്ടുള്ള മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറ്റുകൊടുക്കാൻ, ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെയുള്ള പ്രാർത്ഥന, തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് സത്യം. സാത്താൻ്റെ സേവകരുടെ കെണികളിൽ അകപ്പെട്ട് അബദ്ധത്തിലും പാപത്തിലും അശുദ്ധിയിലും അകപ്പെടുന്ന മക്കൾ അനുനിമിഷം വർദ്ധിക്കുന്നു. എയ്ഡ്സ് എന്ന മഹാരോഗം, ബോംബ് ആക്രമണങ്ങളുടെ ഭീഷണി, കുരുതിയിലകപ്പെടുന്ന മനുഷ്യജീവനുകൾ, ഇതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മക്കളെ, നിങ്ങളോട് താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്. ഈ ലോകമക്കളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഒരുക്കുക. ഇത് എൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദ്വിതീയ പെന്തക്കുസ്ത സംജാതമാകുന്നതിനായി പിതാവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ഈ ലോകത്തിലേക്ക് ചിന്തുന്നതിനായി പ്രാർത്ഥിക്കുക. ദ്വിതീയ പെന്തക്കുസ്ത, യേശുവിൻ്റെ 2ാം ആഗമനം. ആഗമനം സാധ്യമാകുന്നതിന് മുൻപേ തന്നെ ലോകത്തെ ഒരുക്കാൻ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് ലോകത്തിലേക്ക് നൽകാൻ ദൈവം സന്നദ്ധനാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്നേഹത്തിലും പുണ്യാഭിവൃദ്ധിയിലും പരിത്യാഗത്തിലും ഉപവാസത്തിലും ജീവിക്കാൻ ഉത്സുകരാകുക. സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രമിക്കുക. ഭൂമിയിലെ മാലാഖമാരാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നവരിലൂടെ, അവരുടെ ഒത്തുചേരലിലൂടെ, പരസ്പര ധാരണയിലൂടെ ഒരിക്കലും ലോകത്ത് സമാധാനം സംസ്ഥാപിതമാകില്ല. ഓർക്കുക, ലോകത്തിൻ്റെ അധികാരികളും ലോകത്ത് തിന്മയെ നന്മയെന്ന് കരുതി അതിന് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നവരും നിയമങ്ങൾ പാസ്സാക്കുന്നവരൊക്കെ ഈ ലോകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒത്തുചേരലുകൾ, പരസ്പര ധാരണകൾ, പാപത്തെ പാപമായി കാണാതെ അത് നിയമമാക്കി കൊണ്ടുവരുന്ന പ്രവണത ഈ ലോകത്ത് നടമാടുന്നുണ്ട്. അതുകൊണ്ടൊന്നും ലോകത്ത് സമാധാനം സംസ്ഥാപിതമാകില്ല. മനുഷ്യവംശം മുഴുവനും മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്ക് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ സമാധാനം ലഭ്യമാകേണ്ട പാത അതാണെന്ന് മനസ്സിലാക്കാതെ തുടർന്നാൽ സകലരും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നിങ്ങളുടെ മേൽ നിപതിക്കാൻ ഇടവരും. അമ്മ മക്കളോട് പറയാ, മക്കളെ, ലോകം തരുന്ന സമാധാനം ക്ഷണികമാണേ. പരസ്പര ധാരണയിൽ ഒത്തുചേരുന്ന ലോക നേതാക്കളും ലോക നിയമവ്യവസ്ഥിതികളും മനുഷ്യന്റെ ജീവിതത്തിന് നിയന്ത്രിക്കാൻ നന്മയായിട്ടുള്ളത് അത്യാവശ്യമെങ്കിലും നിയന്ത്രണാതീതമായിട്ടുള്ള പല നിയമങ്ങളും മനുഷ്യൻ അവകാശപ്പെട്ടതുപോലെ ലംഘിക്കുന്നതും പാപത്തെ നിയമമാക്കി മാറ്റുന്നതും വഴി ഈ ലോകത്ത് എന്താ സംഭവിക്കുക എന്നറിയോ? യഥാർത്ഥ സമാധാനം ലഭ്യമാകേണ്ട പാത യേശു ക്രിസ്തുവാണെന്നറിഞ്ഞിട്ട് യേശുവിലേക്ക് മാനസാന്തരത്തിലൂടെ തിരിച്ചു വരാതിരുന്നാൽ സകലരും സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ, അർത്ഥമില്ലാത്ത അത്യാഹിതങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിക്ക് തോന്നും ഇതെന്താ സംഭവിക്കുന്നേ, ഇതെന്താ ഇങ്ങനെ, അതല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ, അതല്ല ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ ആവശ്യമുള്ളതാണോ?
ആവശ്യമുള്ളതാണോ സംഭവിച്ചത്? അല്ല. അനർത്ഥങ്ങളായ അത്യാഹിതങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കാൻ ഇടവരും. മക്കളെ, ലോകം അത്യാഹിത കിണറിൻ്റെ വക്കിലാണ് ഇന്ന്. അമ്മ പറയാ, തിരുസഭയ്ക്ക് സഹനത്തിൻ്റെ സമയമാണിത്. അവിശ്വസ്തത വ്യാപിക്കുകയും ലോകാരൂപിക്ക് അനുരൂപരാവുകയും ചെയ്യുന്നതിനാൽ വലിയ ചുമതലകൾ വഹിക്കുന്ന ചിലരെ പോലും തിരുസഭയുടെ ഉള്ളിൽ തന്നെ വഴിതെറ്റിക്കുന്നതിൽ സാത്താൻ പലപ്പോഴും ജയിക്കുന്നു. ലോകത്തിലുണ്ട്, സഭയിലുണ്ട്. വഴിതെറ്റിക്കാനായിട്ട് സാത്താൻ പലരെയും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അത് പലപ്പോഴും വിജയിക്കുന്നുണ്ട്. മക്കളെ, കണ്ണുനീരോടെ അമ്മയുടെ ആഹ്വാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. തിരിച്ചറിവോടെ, പ്രാർത്ഥനയോടെ, ആരെയും പഴി ചൊല്ലാതെ, തിരിച്ചറിവോടെ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, വിശുദ്ധിയിലൂടെ, നന്മയിലൂടെ, അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മൗനമായി സഹിച്ച് സമർപ്പണം നടത്തുന്നതിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മയിൽ നമുക്ക് ജീവിക്കാം. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.